ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ, ലൈക്ക് ചെയ്തിട്ട് കാണാൻ, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബ്ലൗസ് കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ബാൻഡിൻ്റെ പീസാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം 3 ബാൻഡിൻ്റെ പീസുകളുണ്ടായിരുന്നു. അപ്പം നല്ലതായിട്ട് നമ്മൾ ആദ്യം നല്ല വശത്ത് വെച്ച് വരണ ഭാഗമുണ്ടല്ലോ, നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തത്, അത് ഏറ്റവും അടിയിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് ബാക്കി 2 അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സൈഡിൽ കൂടെ 1/2 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താഴെ ഭാഗത്താണ് നമ്മൾ നല്ല ഭാഗമുള്ള തുണി വെച്ച് കൊടുത്താണ് കേട്ടോ. ഇപ്പം അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ താഴെ ഭാഗത്തുള്ള തുണീനെ നേരെ ഒന്ന് മറിച്ച് ഇതുപോലെ പിടിക്കുക. ബാക്കി 2 പീസ് വരുന്നിടത്ത് ഇതുപോലെ അമർത്തി പിടിച്ചിട്ട് ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല പീസായിട്ട് വരുന്നിടത്ത് സ്റ്റിച്ചിങ് ഒന്നും കാണില്ല, അതുപോലെ ആയിരിക്കണം വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ നല്ല തുണിയായിട്ട് വെച്ചിട്ടുള്ള ഭാഗമില്ലേ, നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യാത്തതായിട്ടിരിക്കുന്നത്, അതിൻ്റെ മുകളിൽ കൂടെ സൈഡിൽ കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. താഴെ ഭാഗത്ത് സ്റ്റിച്ചിങ് ഒന്നും കാണില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ കറക്റ്റ് അളവിനകത്ത് നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡാട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ 3 ഡാട്ടുകളാണ് ഓരോ ഭാഗത്ത് വെച്ച് കൊടുത്തത്. അപ്പോൾ നമുക്ക് സൈഡിലുള്ള ഡാട്ട് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ താഴെയുള്ള 1.25 ഇഞ്ചിൻ്റെ ഡാട്ടാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ വരച്ചതിൻ്റെ മുകളിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി വീതി കൂടി വന്നിട്ട് വീതി കുറഞ്ഞു വരുന്ന പോലെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, 2നും, അല്ലെങ്കിൽ എൻഡിങ് വരുമ്പോൾ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ ആദ്യത്തെ ഡാട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ബാക്കി എല്ലാ ഡാട്ടും 2 വശത്തെയും സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. നമുക്ക് ഓപ്പൺ ആക്കി കൊടുത്തിട്ടില്ല കേട്ടോ ഫ്രണ്ട് ഭാഗം. അപ്പോൾ അതേ നമ്മൾ ഡാട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാൻഡ് നമുക്കതിൽ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ട. അപ്പോൾ ബാൻഡിൻ്റെ ഭാഗം കറക്റ്റായിട്ട് സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ തന്നെ വെച്ചിട്ട് സെൻറ്റർ ഭാഗത്ത് നിന്ന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 ഇഞ്ചാണ് കൊടുക്കുന്നത്. 1/4 ഇഞ്ചിലോ 1/2 ഇഞ്ചിലോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഞാനിതിൻ്റെ ഒരു പ്രഷർ ഫൂട്ടിൻ്റെ അളവനുസരിച്ചാണ് എല്ലാവരും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു അറ്റത്തേക്ക് വരുമ്പോൾ നമ്മളവിടെ ഇത്തിരി കൂടുതലായിരിക്കും ഉണ്ടാവുക കേട്ടോ ബാൻഡിൻ്റെ പീസ്. അപ്പോൾ അതുപോലെ നമ്മൾ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ അറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക വീണ്ടും കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്യൂലേ, അതുപോലെ തന്നെ നമ്മൾ സെൻറ്റർ ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് ഒരറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്യണു, ആ അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്യണു കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിങ്ങും ബൈൻഡിങ്ങും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഫേസിങ് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത്. വലത് ഭാഗത്താണ് നമ്മൾ നല്ല വശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. 1.5 ഇഞ്ചിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ടായില്ല, ആ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ സൈഡിൽ കൂടെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണ്ട. നല്ല ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ചീത്ത വശത്തേക്ക് മറിച്ചത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു 1.5 ഇഞ്ചിൻ്റെ പീസ് അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അടിഭാഗത്ത് കുറച്ച് കൂടുതലുണ്ട് തുണി, അതിനൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് മടക്കി പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ദേ സ്റ്റിച്ച് അറ്റത്ത് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തും ഒന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇവിടെ നമ്മളൊരു പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടില്ല, നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ പ്രസ്സിങ് സ്റ്റിച്ച്. അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് ഭാഗത്തു നിന്നുള്ളത് ചീത്ത ഭാഗത്തേക്ക് തിരിച്ചു വെച്ചിട്ട് ആദ്യം അതിൻ്റെ അറ്റത്ത് ഒരു 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് നമ്മൾ ആ സ്റ്റിച്ചിങ് കൊടുത്ത ഭാഗത്തേക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് വീഡിയോനകത്ത് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഫേസിങ് വെച്ച് കഴിഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് ഇടത് ഭാഗത്ത് ബൈൻഡിങ് വെക്കാം കേട്ടോ. അപ്പോൾ ബൈൻഡിങ് നമ്മൾ ഹുക്കൊക്കെ വെച്ചതിന് ശേഷം ഹോൾ ഇടുന്ന ഭാഗമാണ് കേട്ടോ അത്. ഫേസിങ് കുളത്ത് വെക്കുന്ന ഭാഗമാണ്. അപ്പോൾ ബൈൻഡിങ് വെക്കുന്നത് ചീത്ത വശത്താണ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ല വശത്തേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഫേസിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തത് അതുപോലെ തന്നെ നമ്മളിവിടെയും സ്റ്റിച്ച് ചെയ്യണ്. താഴെ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അടിഭാഗത്ത് കുറച്ച് കൂടുതലുള്ള വെട്ടി കളഞ്ഞിട്ട് മടക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൂടി കൊടുക്കാം കേട്ടോ. പ്രസ്സിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ല ഭാഗത്തേക്കായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഫേസിങ് ചെയ്ത പോലെ ഒരു 1/4 ഇഞ്ചിൽ ആദ്യം മടക്കുക, എന്നിട്ട്
നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തേക്ക് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലായിരിക്കും ഇതിരിക്കുക, അങ്ങനെ തന്നെ കിട്ടണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ക്രേപ്പിൻ്റെ തുണിയിലാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൊടുക്കണോണ്ടാണ് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെ കുളത്തന്നെ ഒരു ഹോൾ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ഇഞ്ചിൽ ഞാൻ 2 ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. സ്ലീവ് ഞാൻ ആദ്യം ഒരു മടക്ക് മടക്കി വീണ്ടും ഒരു മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കി വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് അറ്റത്തോട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ സ്റ്റിച്ചൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് അഴിച്ച് കളയാനുള്ളതാണ്. നമുക്ക് മറ്റേ ഹെമ്മിങ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമില്ല. 2 സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഒരു വട്ടം സ്റ്റിച്ച് ചെയ്താൽ മതി, അത് നമുക്ക് അഴിച്ച് കളയേണ്ടതുമാണ്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 സ്ലീവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഷോൾഡർ ഭാഗത്ത് സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. 1/2 ഇഞ്ചിലാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. ഇനി ആ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് ഒന്നിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുക്കേണ്ടടുത്ത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇതേ അതുപോലെ നമുക്ക് 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സൈഡ് കുറച്ച് തള്ളിയായിരിക്കും നിൽക്കാനുണ്ടാവുക. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് 1.5 ഇഞ്ച് അലവൻസ് ഉണ്ടാവണം കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തത്. ആ ഫ്രണ്ട് ഭാഗത്ത് കറക്റ്റായിട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ അടിഭാഗം നമ്മൾ അടിക്കാൻ വിട്ടുപോയിട്ടുണ്ട് ബാക്ക് സൈഡിൻ്റെ. അപ്പോൾ അത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സൈഡ് അടിക്കുന്നതിനെക്കാട്ടും മുമ്പായിട്ട് ബാക്ക് സൈഡിൻ്റെ അടിഭാഗം ഒരു 1/2 ഇഞ്ചിൽ ആദ്യം മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം 1.5 ഇഞ്ചിൽ മടക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സ്റ്റിച്ച് നമ്മൾ അഴിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. അവിടെ അപ്പോൾ 1.5 ഇഞ്ചിൽ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട. ആ സ്റ്റിച്ച് നമ്മൾ അഴിച്ച് കളയും. അവിടെ നമുക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് സൈഡ് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. 2 സൈഡും 1.5 ഇഞ്ച് അലവൻസ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ സ്ലീവ് കട്ട് ചെയ്തപ്പോൾ കുറച്ച് കുറവായിരുന്നു, അത് അതിൽ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, കറക്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ അതുപോലെ നമ്മൾ സൈഡ് 2 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. നമുക്ക് നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നെക്കിനായിട്ട് നമ്മൾ ക്രോസ് പീസ് ജോയിൻ ചെയ്ത് കൊടുക്കുക. ആദ്യം കട്ട് ചെയ്ത് വെച്ച ക്രോസ് പീസുകൾ എല്ലാം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നെക്കിൻ്റെ നല്ല വശത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആദ്യം ഒരു 1/2 ഇഞ്ചിലോ 1/4 ഇഞ്ചിലോ ഒന്ന് മടക്കിയിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അറ്റത്തുകൂടി 1/2 ഇഞ്ച് അലവൻസിന് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ 2 നെക്കിൻ്റെ ഭാഗവും നമ്മളിതിൽ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെയും ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കണം, എന്നാലേ നമുക്ക് കറക്റ്റ് ഹെമ്മിങ് ചെയ്യുമ്പോൾ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിവർത്തി വെച്ചതിന് ശേഷം നമുക്കൊരു പ്രസ്സിങ് സ്റ്റിച്ച് കൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കറക്റ്റായിട്ടൊന്ന് വെച്ചിട്ട് നമ്മൾ നല്ല വശത്ത് പ്രസ്സിങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹെമ്മിങ് ചെയ്യാം കേട്ടോ. ഹെമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 അഴ നൂലെടുത്തിട്ട് ഒരറ്റത്ത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെമ്മിങ് ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് അറ്റഭാഗം ഒന്ന് ആദ്യം ഒരു മടക്കുക, വീണ്ടും ഒരു മടക്കിയിട്ട് ഹെമ്മിങ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആ മടക്കുമ്പോൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉള്ളിലോട്ട് വരുന്ന രീതിയിലായിരിക്കും ഇരിക്കുക. നമ്മൾ നെക്കിൻ്റെ നല്ല വശത്തായിട്ട് കാണില്ല കേട്ടോ. അതുപോലെ നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സ്ലീവിൻ്റെ ഭാഗങ്ങളിലും ഹെമ്മിങ് ചെയ്തെടുക്കുക. അതുപോലെ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡിലുള്ള ഭാഗത്തും ഹെമ്മിങ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി കുളത്ത് വയ്ക്കുക, ഐ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഐ വയ്ക്കുക കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെ ഞാൻ ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഐയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുളത്ത് വയ്ക്കുന്നത് നമ്മൾ കുളത്ത് വയ്ക്കുമ്പോൾ ആ ഐക്ക് കറക്റ്റ് ലെവലിൽ തന്നെ വെച്ച് കൊടുക്കാം. അടിഭാഗത്താണ് നമ്മൾ കുളത്ത് വെച്ച് കൊടുക്കണം കേട്ടോ. കുളത്ത് വെച്ചിട്ട് ആ 2 ഹോളിലൂടെയും കവർ ചെയ്ത് തുന്നിയെടുക്കുക. ആ ഒരു കുളത്ത് പോലെ ഇരിക്കുന്ന ഭാഗത്തുകൂടി ഒന്ന് കവർ ചെയ്തിട്ട് ഉറപ്പിച്ച് നിർത്തിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ കുളത്തുകളും അതുപോലെ നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം ഒന്ന് കാണാം കേട്ടോ.
അതേ നമ്മുടെ ഫുള്ളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ ഇതാണ് കേട്ടോ നമ്മുടെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക്. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.